ഹായ് ഓൾ. ഇന്ന് ഞാൻ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഈ ചൂണ്ട ഞാൻ കുവൈറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കൊളുത്തും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഡെക്കാത്ത്ലോണിലാണ് വന്നത്. ഈ മുന്നിൽ നടന്നു വരുന്നത് എൻ്റെ സിസ്റ്റർ ലോയുടെ മോളാണ്. പേര് തൻവി. ഇത് സിസ്റ്റർ ലോയുടെ മോനാണ് രക്ഷക്. അവനെ ഞങ്ങൾ മോനൂട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഇതെൻ്റെ മോളാണ് ഋത്വിക. അവളെ ഞങ്ങൾ ഋതു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. 3 പേരും ഭയങ്കര ഓട്ടവും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇവരുടെ പുറകെ തന്നെ ആയിരുന്നു. കാരണം കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എങ്ങോട്ടാണ് കയറി പോകുന്നതെന്ന് ഒരു പിടുത്തവും. അമ്മ അതിരി ബഹളവും കളിയൊക്കെയാണ്. ഇവൻ കൂട്ടത്തിലെ ഒരു വില്ലനാണെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ അവൻ്റെ കയ്യിലുള്ളത്. ഒരു വശത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ മീനെ പിടിക്കാനുള്ള കൊളുത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ടൈപ്സിലും വെറൈറ്റീസിലുള്ള കൊളുത്തുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ചൂണ്ടയും ഇവിടെ അവൈലബിൾ ആണ്. ഈ ചൂണ്ടയുടെയൊക്കെ റേറ്റ് 1999 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മിനിറ്റ് എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ മോനൂട്ടം കാണിച്ച് വെച്ച പണിയാണിത്. ആ ഷെൽഫിൻ്റെ താഴെ കയറി കിടക്കുക. ഈ കടയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ അവൈലബിൾ ആയിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൈക്കിൾസും അതിൻ്റെ ആക്സസറീസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്കേറ്റിംഗ് ഷൂസിനായി ഒരു സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഒരു വശത്താണെങ്കിൽ നമ്മുടെ ഷട്ടിൽ ബാറ്റും അതിൻ്റെ ആക്സസറീസും, മറ്റൊരു വശത്ത് ഫുട്ബോൾസ്, ബാസ്കറ്റ് ബോൾസ് അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ മറ്റൊരു സെക്ഷൻ നിറയെ ബാറ്റും ബോൾസും ഒക്കെയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ടെൻറ്റില്ലേ, അങ്ങനത്തെ ടെൻറ്റൊക്കെ നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. അതെല്ലാം ഈ ഒരു സെക്ഷനിലാണുള്ളത്. ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് പാക്കും അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ജാക്കറ്റ്സും ബൂട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് പോവാറ്. ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ ജിം എക്യുപ്മെൻറ്റ്സും എക്സസൈസിനുള്ള ആക്സസറീസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 3 കുട്ടി പൊട്ടാസുകളെയും കൊണ്ട് സ്ഥലം കാലിയേക്കാണ്. ഇനി കുറച്ചും കൂടി സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളെല്ലാം വാരിയെടുത്ത് തറയിലിടും. അപ്പോൾ ബായ്.